Adu, where are you going? We're going to beach. യെസ്, അപ്പം ഇന്നത്തെ ഔട്ടിങ് ഒരു ബീച്ചിലേക്കാണ് ഗൈസ്. അങ്ങനെ അവിടെ ചെന്നിട്ട് കഴിക്കാനുള്ള കുറേ സ്നാക്സും ബാക്കി സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി വണ്ടി കയറ്റി. ബീച്ചിൽ പോണതിൻ്റെ മെയിൻ ഉദ്ദേശം പിള്ളേർക്ക് അവിടെ ഓടിച്ചാടി കളിക്കാനാണ്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് ബീച്ച് ടോയ്സ് വാങ്ങണം. അങ്ങനെ പോണ വഴി ഞങ്ങൾ മൈറ്റണ്ണി കയറി കുറേ ബീച്ച് ടോയ്സും വാങ്ങി വണ്ടിയിലിട്ടു. നമ്മുടെ വീട്ടിൽ നിന്നൊരു 30 minutes ഡ്രൈവ് ഈസ്റ്റ് ബോൺ എന്ന് പറഞ്ഞ സ്ഥലത്തെ ബീച്ചിലാണ് ഇന്ന് പോണേ. Mommy, I don't want chocolate on my leg. അങ്ങനെ നമ്മൾ ഇരിക്കാനായിട്ട് കൊണ്ട പോർട്ടബിൾ ചെയറൊക്കെ സെറ്റാക്കി നമ്മുടെ സ്പോട്ട് ഉറപ്പിച്ചു. നല്ല അടിപൊളി വെതർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അങ്ങനെ വാങ്ങി ബീച്ച് ടോയ്സൊക്കെ പൊട്ടിച്ച് പിള്ളേരുടെ കൈ കൊടുത്തു. അങ്ങനെ അവർ ഹാപ്പി. ഇനി അവരുടെ കളിയും കണ്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. വീട്ടിലാവുമ്പോൾ അതും ഇതൊക്കെ ചോദിച്ച് നമ്മുടെ പിന്നാലെ നടക്കും. ഇതാവുമ്പോൾ ആ പ്രശ്നമില്ല. നല്ല ചൂടുള്ള ഡേയ്സ് മാത്രമാണ് ഇതേപോലെ പുറത്തൊക്കെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിലേ ന്യൂസിലൻഡിലെ തണുപ്പ് പറ്റുള്ള എന്നാണ് ഡാഡിയുടെയും മമ്മിയുടെയും പരാതി. മാത്രമല്ല ആവശ്യത്തിന് വൈറ്റമിൻ ഡിയും നമ്മുടെ ബോഡിയിലേക്ക് ആവാഹിക്കാൻ ഈ ബീച്ച് ട്രിപ്പ് അടിപൊളിയാണ്. കിഡ്സ് ആണെങ്കിൽ അവരുടെ കൺസ്ട്രക്ഷൻ വർക്കായിട്ട് ഭയങ്കര ബിസി. എന്താ കോൺസെൻട്രേഷൻ. ന്യൂസിലൻഡിലെ കോസ്റ്റ് ലൈൻ ഏകദേശം 15,000 kilometers നീണ്ടു കിടക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ബീച്ചുകളുടെ എണ്ണം എടുക്കാൻ പോയാൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. നാട്ടിലൊക്കെ നമ്മൾ ബീച്ചിൽ പോയാലും ഇതേപോലെ ബീച്ച് ടോയ്സ് ഒക്കെ വെച്ചുള്ള കളികൾ കുറവല്ലേ. അവസാനം മമ്മി ഇറങ്ങി പിള്ളേരുടെ കൂടെ കളിക്കാൻ ടോയ്സും വെച്ച്. വേറെ എവിടെയൊക്കെ കൊണ്ടുപോയാലും ബീച്ചിൽ പോയി ഒന്ന് ആറാടണ സന്തോഷം പിള്ളേർക്ക് അതൊന്ന് വേറെ തന്നെയായി. ഇതാകുമ്പോൾ മണ്ണിലും കൈയിട്ടിളക്കി അവർക്കൊന്ന് വരവാലോ. ഇതൊക്കെ കാണുമ്പോൾ ചെറുപ്പത്തിൽ നമ്മുടെ ചിരട്ട വെച്ച് മണ്ണപ്പം ചുട്ട കാര്യമൊക്കെ ഓർത്ത് നൊസ്റ്റാൾജിയ വരുന്നു. നാട്ടിൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് നമ്മുടെ ചെറായി ബീച്ചിലായിരിക്കും. പക്ഷെ എന്താല്ലേ ഇന്ന് ഡാഡിനെ കാണാൻ ഒരു കുങ്ഫു മാസ്റ്ററിനെ പോലെ ഇല്ലേ. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് മമ്മി ഇരുന്നു. ഇനി ഡാഡിയുടെ ഡ്യൂട്ടി. നമ്മളിവിടെ കുട്ടീനെ കളിപ്പിക്കാനാ വന്നെങ്കിൽ കുറേ പേര് പട്ടീനെ കളിപ്പിക്കാനാ ബീച്ചിൽ വന്നെ. നല്ലൊരു അടിപൊളി ഗോൾഡൻ റിട്രീവർ. ഇതുപോലെ അടിപൊളി പട്ടികളെ കാണുമ്പോൾ ഞാനും ചിന്നും മുഖത്തോട് പോകുന്ന നോക്കും. നമുക്കും വേണ്ടേ ഇതുപോലെ വരണം. അങ്ങനെ പിള്ളേരെ ഡാഡീനെയും മമ്മീനെ ഏൽപ്പിച്ച് അവരവിടെ കളിക്കാൻ വിട്ടു. ആ ഗ്യാപ്പിൽ ഞാനും ചിന്നും എന്തെങ്കിലും കഴിക്കാൻ തപ്പി അടുത്തുള്ള ഷോപ്പൊക്കെ ഒന്ന് കയറി ഇറങ്ങി. എന്തായാലും ഞങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഈ ഷോപ്പല്ലട്ടാ, ഈ ഈസ്റ്റ് ബോൺ ഒരു ഗോവൻ വൈബ്, അടുത്തുള്ള ബീച്ചും പിന്നെ ആൾക്കാരും. പക്ഷേ ഞാൻ ഗോവയിൽ പോയിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഗോവ ഇങ്ങനെയാണ്. അങ്ങനെ ആ കടയിൽ നിന്ന് എല്ലാവർക്കുള്ള ഐസ്ക്രീമൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. സമ്മറല്ലേ, ഐസ്ക്രീം ബെസ്റ്റാ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവർ കാറ്റും വെയിലൊക്കെ അടിച്ച് ഓൾറെഡി ടയേർഡായി. കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ ഐസ്ക്രീമായിട്ട് എത്തിയത്. നമ്മുടെ നാട്ടിലെ മാംഗോ ബാറും ചോക്കോ ബാറൊക്കെ മിസ്സാക്കണോ. എന്തായാലും നൊസ്റ്റാൾജിയ. എന്തായാലും മാംഗോ ബാർ ഒരു രക്ഷയില്ലായിരുന്നു. അല്ലൂസേ look here. Hello. വേണ്ട. ഹലോ അടു ഒന്നും ഇങ്ങോട്ട് നോക്കി. എന്തായാലും പിള്ളേരെ അടിച്ചു പൊളിച്ചു. മണ്ണിലും വെള്ളത്തിലും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാണ്ട് ചുമ്മാ കളിക്കാലോ. അങ്ങനെ പയ്യെ ഞങ്ങൾ ഈസ്റ്റ് ബോണിൽ നിന്ന് പോന്നു. അവിടുത്തെ വീടുകളും ഒരു രക്ഷയില്ല കേട്ടോ. മാത്രമല്ല നല്ല എക്സ്പെൻസീവാണ് ഈസ്റ്റ് ബോണിൽ വീട് വാങ്ങാൻ. ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോൾ രാവിലെ കാറിൽ ചൂണ്ടയും കൊണ്ട് എടുത്തിട്ടുണ്ടായി. വെറുതെ വന്നതല്ലേ, ഒരു കൈ നോക്കാം. ചേട്ടാ ഇതിപ്പോൾ ഇരിപ്പൊടങ്ങിയിട്ട് കുറച്ച് നേരമായില്ല. ഇത്രയും വലിയ കടലിങ്ങനെ പരന്ന് കിടന്നിട്ട് ഇതിൽ മീനൊന്നുമില്ലേ?
ന്യൂസിലാൻഡിലെ ആദ്യത്തെ മീൻ. ആൾക്കാർ കളഞ്ഞിട്ട് പോണേ